നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിംഗ്, നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ? ഇതാണ് ചോദിക്കുന്നത്. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓറക്കൽ മെസ്സേജ് വെച്ചാണ് തുടങ്ങുന്നത്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിങ്ങളുടെ റീഡിംഗ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ നിൽക്കരുത്. അത് നിങ്ങളുടെ റീഡിംഗ് ആക്കി എടുക്കാൻ നോക്കരുത് കേട്ടോ. ബുദ്ധിമുട്ടാവും, പിന്നെ അത് പ്രശ്നത്തിലേക്ക് പോകും ചെയ്യും റിലേഷൻഷിപ്പ്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ. 3 കാർഡ്സ് വന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, അപ്പൊ ഈ കാർഡ് നമുക്ക് നോക്കാം. 3 ഉണ്ട്. ഓക്കെ. ഓം എന്ന മന്ത്രം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. അത് മനസ്സിന്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു മനസ്സിനൊരു അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പോ രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങളുടെ തെറ്റുകൾ നിങ്ങൾ അംഗീകരിക്കണം, അത് തിരുത്താൻ ശ്രമിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ പറ്റില്ല എന്ന് നിങ്ങൾക്കറിയാവുന്ന, പറ്റില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ അപ്പോ കാര്യങ്ങൾ ഏറ്റെടുക്കരുത്. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തുറന്നു പറയാനുള്ള ഒരു ധൈര്യം വരുത്തണം, നിങ്ങളുടെ മനസ്സിന് വരണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാർഡുകളാണ് വന്നത്. ഇനി നമ്മൾ റീഡിങ്ങിലേക്ക് പോവാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. തേർഡ് പാർട്ടിയുടെ എനർജി നമുക്ക് വേണ്ട, നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എന്താണ്? നമ്മളുടെ കൂടെയുള്ളവരുടെ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യും. മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ട്. കുട്ടികളെ മുതിർന്നവരെ ഇമിറ്റേറ്റ് ചെയ്യും. അത് കുഴപ്പമില്ല. ഇമിറ്റേറ്റ് ചെയ്ത് അവര് കുറെ കഴിയുമ്പോൾ പക്ഷെ അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. മറ്റുള്ളവരെ ഇമിറ്റേറ്റ് ചെയ്യുന്നത് നിർത്തണം. അവരുടെ ബ്രെയിൻ വെച്ച് അവര് അവലോകനം ചെയ്തിട്ട് അവര് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരവസ്ഥയില് മുതിർന്നവരാകുമ്പോൾ അവരെത്തണം. പക്ഷെ ഇപ്പൊ നമ്മൾ ചുറ്റും നോക്കുമ്പോഴും മിക്കവരും 80% ആളുകളും അവരുടെ വീട്ടിൽ അങ്ങനെ ചെയ്തു, ഇവരുടെ വീട്ടിൽ ഇപ്പൊ നമ്മളോട്